ഒരു സന്തതി അവനെ സേവിക്കും. വരുന്ന തലമുറയോട് യഹോവയെക്കുറിച്ച് കീർത്തിക്കും. അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവന്റെ നീതിയെ വർണ്ണിക്കും. 22-ാം സങ്കീർത്തനം. പീഡാനുഭവ സങ്കീർത്തനങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്നതിൽ പ്രമുഖമായ ഒന്നാണ് ഇത്. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുയരുന്ന വാക്കുകളാണ് ഇതിൽ പ്രതിധ്വനിക്കുന്നത്. യഹോവയുടെ കഷ്ടപ്പെടുന്ന ദാസൻ, ദ സഫറിംഗ് സെർവൻറ്റ് എന്ന നിലയിൽ യെശയ്യാ പ്രവാചകൻ ചിത്രീകരിക്കുന്ന കഷ്ടാനുഭവ വിവരണത്തോട് ഇതിന് വളരെ സാമ്യമുണ്ട്. ദുഃഖവെള്ളിയാഴ്ചത്തെ വായനയിൽ ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് ഈ സങ്കീർത്തനം. കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച് ഇത്രയും വിശദമായും ആഴമായും പ്രതിപാദിക്കുന്ന വേദഭാഗങ്ങൾ വിരളമാണ്. ക്രൂശിലെ 7 മൊഴികളിൽ ഒന്നാമത്തേത് കർത്താവ് ഉച്ചരിച്ചത് ഇതിൽ നിന്നുള്ള ആകുന്നു എന്നുള്ളത് പ്രത്യേകം പ്രസ്താവ്യമാണ്.